മീറ്റർ കാര്യങ്ങൾ വയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. കാറ്റ് സൈലൻസർ ഉണ്ട്, ഇതിൻ്റെ കാറ്റ് ഉണ്ട്, സൈലൻറ്റ് കാറ്റ് ആണ്. 2016 ലാസ്റ്റ് നവംബർ മോഡൽ വണ്ടിയാണ്. BS4 അല്ലേ? അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഈ വണ്ടിൻ്റെ ബില്ലുണ്ട്, വണ്ടി ഇറങ്ങിയ സമയത്ത് ബില്ലുണ്ട്, ഇതിൻ്റെ സർവീസ് ബുക്ക് ഉണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് എടുത്ത ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ. പക്ക അതിൻ്റെ കൊടുത്ത് ഫ്രെയിം ചെയ്തിട്ട് നമ്മളത് തരും. ഒരു വണ്ടി നമുക്ക് അങ്ങനെ കിട്ടൂല. ഇതിൻ്റെ 5 സ്പീഡ് കിക്കർ, ബാക്കത്തെ എൽ ക്ലാമ്പ് വരും, കാറ്റ് കൊടുക്കാനുള്ളത്, അത് 5 സ്പീഡിൻ്റെ. അതേപോലെ നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്ന 5 സ്പീഡ്. കാറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സുഖമാണ്. ഈ പൈസ പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കാറ്റ് കൊടുക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മാസത്തിന് ശേഷം നമ്മുടെ മുജീബ് ഖാൻ്റെ ഗ്യാരേജിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുജീബ് ഖാൻ്റെ ഗ്യാരേജിൽ കുറച്ചധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ ഉണ്ട്. ആ ഒരു പേജിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സമയം ലാഗാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മുജീബ് ഖാൻ്റെ ഗ്യാരേജിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെ മുജീബ് ഖാടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മുജീബ് ഖാ, വീണ്ടും വെൽക്കം ടു യുവർ ചാനൽ. താങ്ക്സ്. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നു? സുഖമല്ലേ? അടിപൊളി. പുതിയ സ്റ്റോക്കുകൾ പുതിയതായിട്ട് വന്നല്ലേ? പുതിയതാണ്. കേരള വണ്ടികളുണ്ട്, ഇമ്പൾസ് ഉണ്ട്, ഒരു കേരള മോജോ ഉണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. നമുക്ക് RXZ ഉണ്ട്, എല്ലാവരും ചോദിക്കണം. ഏകദേശം ഒരു 12 വണ്ടികളോളം സ്റ്റോക്ക് പുതുതായിട്ട് എത്തിയിട്ടുണ്ട്. വണ്ടികളും വന്നിട്ടുണ്ട്. ഇതല്ലാതെ CVR ഉണ്ട്, ഒന്ന് വേറെ 250 മോജോ. അവിടെ ഒരു മോജോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് ഇമ്പൾസ് ആണ്. ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനം ഇമ്പൾസ് ആണ്. എഞ്ചിൻ കാര്യങ്ങൾ കണ്ടീഷൻ ഒക്കെയാണ്. ആവറേജ് കണ്ടീഷൻ ആണ്. ക്ലിയർ ആയിട്ട് പറയാനുള്ള ആവറേജ് കണ്ടീഷൻ വണ്ടിയാണ്. ബാറ്ററി കാര്യങ്ങളില്ല, ചാവി സെറ്റ് അങ്ങനത്തെ ഒന്നും എന്തായാലും സർവീസ് ചെയ്തിട്ട് എടുക്കാനുള്ള വണ്ടിയാണ്. ഏകദേശം റണ്ണിങ് കണ്ടീഷനാണ്. റണ്ണിങ് ഇഞ്ചിൻ സൈഡ് ഓടിക്കാൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ സെറ്റാണ്. ഓടിക്കാൻ സ്റ്റാർട്ടിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആൾക്കാർ ഒന്ന് കെയർ കമ്മിയായിട്ട് കൊണ്ടുവരുന്ന ഒരു വണ്ടി, അതിൻ്റെ ഉള്ള രീതിയിലുള്ള ഒരു കണ്ടീഷൻ കുറവുണ്ട്. വണ്ടി ഓടിക്കാൻ കാര്യങ്ങളൊക്കെ കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേപ്പർ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ? പേപ്പർ 2012-13 27-28 വരെ പേപ്പർ ഉണ്ടാവും. 27-28 ഏകദേശം 5 വർഷത്തോളം പേപ്പറുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടിക്കാനൊക്കെ കംഫർട്ട് അല്ല? ഓടിക്കാൻ കംഫർട്ട് ആണ്. ഫൈബർ ബോഡി പാർട്സ് ഒക്കെ ഓക്കെയാണ്. ബാക്കി റിമ്മ് കാര്യങ്ങൾ കുഴപ്പമില്ല. അതർ സ്റ്റേറ്റ് അല്ലേ വണ്ടി വരുന്നത്? അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. NOCന്റെ കാര്യങ്ങളോ? വിത്ത് NOC ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടക്കമുള്ള വിത്ത് NOC ആണ്. ഇമ്പൾസിന് ഇപ്പം എങ്ങനെയാണ് എൻക്വയറി വരുന്നത്? എൻക്വയറി അത്യാവശ്യം എൻക്വയറി ഉണ്ട്. ഇമ്പൾസ് നല്ല എൻക്വയറി ഉണ്ട്. നമുക്കിപ്പോൾ ഇല്ലേനി. ഇപ്പോൾ അധികം ആളുകളും ഓഫ് റോഡ് പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് ടൂറിങ്ങും ആ പർപ്പസിൽ എല്ലാവരും RXZ എൻക്വയറി വരുന്ന ഇമ്പൾസ് ഇപ്പോൾ നല്ല എൻക്വയറി ഉണ്ട്. എല്ലാവർക്കും അത്യാവശ്യം മൈലേജും കിട്ടും. കൊണ്ടുനടക്കാൻ സുഖമാണ്. 50ഓളം മൈലേജ് നമുക്ക് ഈ ഒരു വാഹനം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് വീഡിയോയിൽ പ്രൈസ് പറയുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ ഇനി വരുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ പ്രൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എത്ര? ഏകദേശം 54 രൂപ വരും. 54 വരും വിത്ത് NOC ഇൻഷുറൻസ് കാര്യങ്ങൾ പേപ്പർ അടക്കം. ഏകദേശം നല്ല കണ്ടീഷനുള്ള വണ്ടിക്ക് ഏകദേശം 70, 75, 80 വരെ വരുന്നുണ്ടല്ലോ. അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 65, 70 എങ്ങനെ കണ്ടീഷൻ അനുസരിച്ച്. കേരള വണ്ടിയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ള വണ്ടി ഏകദേശം 1 ലക്ഷം രൂപ റേഞ്ചിലുള്ള വണ്ടിയാണ്. ZLC കാര്യങ്ങൾ സെറ്റ് ചെയ്താണ്. കുറച്ച് മുമ്പ് പെയിന്റ് അടിച്ച് ഇഞ്ചൻ വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കി നല്ല വണ്ടിയാണ്. അപ്പോൾ ഓരോ വണ്ടി അത് നമ്മൾ ഫ്രണ്ടിൻ്റെ വണ്ടിയാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണോ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പം കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ സെയിലിനുണ്ടാണ്. നമ്മളെ ബേസിലുള്ള വണ്ടി തന്നെയാണ്, നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ്. ഞാൻ തന്നെ എടുത്ത് ഫസ്റ്റ് വർക്ക് ചെയ്ത് കൊടുത്ത വണ്ടിയാണ് നമ്മളപ്പോൾ. നമുക്ക് അറിയാം പക്ക വണ്ടിയാണ്. അപ്പോൾ അതേപോലെയാണ് ഇമ്പൾസ് വണ്ടീൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ 55
ആസ്കിങ് ആണ്, ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാം. ഇവിടെ RX 135 ആണ്, 135G ആണ്, RX 96 മോഡൽ കേരള വണ്ടി, ഒറിജിനൽ കേരള ആണ് ആവശ്യപ്പെടുന്നത്. വലിയ കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ചേസ് കാര്യങ്ങൾ ഇത് നമ്മൾ വാങ്ങിയ ടീം കൊണ്ടുനടന്ന ടീം അത്യാവശ്യം ട്രാക്ക് അങ്ങനത്തെ പർപ്പസിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. അതിന് വേണ്ടി സെറ്റ് ആക്കിയത് ചേസ് KL01 ആണ്. KL01 കുറേ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടിനി. അപ്പോൾ നല്ല എൻക്വയറി വരാം. അപ്പോൾ KL01 വണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിന് വേണ്ടി വിളിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് TVM ഭാഗത്തുള്ള അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള വണ്ടിയൊക്കെ കുറച്ചും കൂടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊക്കെ പറയാറുണ്ട്. ഇത് അവിടെ അങ്ങനത്തെ മൈൻഡ് സെറ്റാണ്. അതാണ് ഒരു പവറിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാണ്ട് അധികം ഉണ്ടാവില്ല, പക്ഷേ പവർ അത്യാവശ്യം ഇഞ്ചിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ പോട്ട് ചെയ്യൽ, ക്ലച്ച് പവർ ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ വണ്ടിക്ക് ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. ചേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും നോക്കേണ്ടി വരില്ല, അത്രയും ക്വാളിറ്റിയിൽ ചെയ്തതാണ് ഇത്. അങ്ങനെ ആരും ചെയ്യില്ല. പിന്നെ ഡിസ്ക് ഉണ്ട്, ഹൈറ്റ് ചെയ്തിന്, അത്യാവശ്യം നല്ല പവർ ഉണ്ട്, വണ്ടി കൊണ്ടുനടക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ സർവീസ് ചെയ്തിട്ട് ഫോർ സ്പീഡ് ചെറിയ രീതിയിൽ നമ്മൾ സർവീസ് ചെയ്തിന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഓടിച്ചിട്ട് ആ എല്ലാ ചില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കും. പേപ്പർ വാലിഡിറ്റി പേപ്പർ നമുക്ക് ഇത് 2024 വരെ പേപ്പറുള്ളൂ. ഒരു കൊല്ലം പേപ്പർ ഉണ്ട്. ബാക്കി കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. SDV കാര്യങ്ങൾ, ലോങ്കരി കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം വണ്ടിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്ക് SD കയറ്റിയിട്ടുണ്ട്. ചെറിയ ഹാൻഡിൽ ബാറിൽ ഷോർട്ട് ബാർ ഹാൻഡിൽ ബാർ കയറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് ഇത് 75 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒറിജിനൽ കേരളയാണ്, അതിൽ വലിയ കാര്യമില്ല. നൽകുകൂടി വണ്ടി ഒറിജിനൽ കേരള ആയതുകൊണ്ട് മാത്രമല്ല വണ്ടിൻ്റെ ചേസ് കാര്യങ്ങൾ, അതുപോലെ ഡിസ്ക് SDV ഫിനിക്സിൻ്റെ ഷോക്ക്, ലോങ് കാരിയർ സീറ്റ് കാര്യങ്ങൾ, ടാങ്ക് സൈഡ് കാർ പെയിന്റ് അടിച്ചാണ്, ഇഞ്ചിൻ സൈഡ് പെയിന്റ് അടിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ചേസും ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രൈസാണ്. അതിനുള്ള വണ്ടി ഉണ്ട്, വന്ന് ഓടിച്ചു നോക്കുക. പവർ കാര്യങ്ങൾ സെറ്റാണ്, ക്ലച്ചൊക്കെ പവർ ചെയ്താണ്, ഓടിച്ചിട്ടുള്ള ഫീല് കേട്ടോ. അപ്പോൾ വന്ന് നോക്കിയിട്ട് ഓടിച്ചു. സിംഗാമോ മാറ്റിയതാണോ? സിംഗാമും അത് ചെയ്താണ് ഒക്കെ ചെയ്താണ് കേട്ടോ. അത് വന്നാലേ മനസ്സിലാവുള്ളൂ. കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 75 ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് ചെയ്തെടുക്കും. വണ്ടി എടുക്കാൻ വരുമ്പോൾ എന്തായാലും നമ്മൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തെടുക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വാഹനത്തിലേക്ക് പോവാം. ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു വാഹനം ഇരിക്കുന്നുണ്ട്. 100 ആണോ 135 ആണോ? 100 ഫുൾ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള വണ്ടിയല്ല. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല രീതിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. അത് നമുക്ക് കാണാം കേട്ടോ. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ആണെങ്കിലും ചേസ് ആണെങ്കിലും ടാങ്ക് ആണെങ്കിലും കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുള്ള വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 90 മോഡൽ വണ്ടിയാണ്. 90 2026 വരെ പേപ്പർ ഫിറ്റ് ആണ്. നല്ല കണ്ടീഷൻ, ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ സൈലന്റ് ആണ്. വീല് കാര്യങ്ങൾ, ടയർ, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. കാസർഗോഡാണ് രജിസ്ട്രേഷൻ വരുന്നത്. കാസർഗോഡ് പേപ്പർ വാലിഡുള്ള വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ പണിതാണ്. നല്ല രീതിയിൽ വർക്ക് നമ്മൾ എടുത്തതല്ല, നമ്മൾ വർക്ക് എടുത്ത വണ്ടി വാങ്ങി. അപ്പോൾ മൂപ്പര് നല്ലവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്തതാണ് വർക്ക്. ഓക്കെ. പേപ്പർ വാലിഡിറ്റി എങ്ങനെ വരുന്നത്? പേപ്പർ 2026 വരെ. 2026 വരെ പേപ്പറും കൂടി ഉണ്ട് അല്ലേ? ബാക്കി എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എഞ്ചിൻ കാര്യങ്ങളൊക്കെ പക്കാ സൈലൻ്റ് ആണ്, നല്ല വർക്കിംഗ് ആണ്. ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ആസ്കിങ് എത്ര വരും? ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നോർമലി ഇതിപ്പോൾ ഒരു 100 ആണ്, RX 100. ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലുള്ള വണ്ടി എടുത്താണ്ട് ഇങ്ങനെ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വരും. അതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ പണിത വണ്ടി കേട്ടോ. ഇതിൻ്റെ ചാവി സെറ്റ് ആയാലും മിറർ സെറ്റ് ആയാലും ഒറിജിനൽ കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ഇതിന്. അപ്പം ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് നമ്മൾ 87 രൂപയാണ്. 2026 വരെ പേപ്പർ ഉണ്ട്. ഫുൾ കണ്ടീഷനാണ്. മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഒരു കണ്ടീഷൻ കുറവുള്ള ഒരു വാഹനം എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു കോസ്റ്റ് വരും. ഓക്കെ. അപ്പോൾ 100 മോഡലാണ്. ജപ്പാൻ കാർബറേറ്റർ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ല രീതിയിൽ കണ്ടീഷനോട് കൂട്ടിയിട്ടുള്ള ഒരു വാഹനമാണ്. ജെനുവിൻ പാർട്സുകളാണ് എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണാം. വണ്ടിയുടെ വൃത്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എമൗണ്ടിനുള്ള ആ ഒരു മുതൽ വണ്ടി ഉണ്ട്. ഓക്കെ. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണല്ലോ? നല്ല സ്മൂത്ത് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വാഹനത്തിലേക്ക് പോവാം. 100 ആണോ 135 ആണോ? 135 5 സ്പീഡ് ആണല്ലേ? 135 5 സ്പീഡ്. OG ആണോ 5 സ്പീഡ്? ഒറിജിനൽ 5 സ്പീഡ്. ഓക്കെ. RG ആണ് രജിസ്ട്രേഷൻ വരുന്നത്. രാജസ്ഥാൻ രജിസ്ട്രേഷൻ ആണ്. 2027 ലാസ്റ്റ് റിന്യൂവൽ 5 കൊല്ലം. 2000 മോഡൽ. 2000 മോഡൽ. വണ്ടി ഫുൾ ഫിറ്റ് വണ്ടിയാണ്. ഇഞ്ചിനൊക്കെ പക്കാ സൈലന്റ് ആണ്. കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ടാങ്ക് സൈഡ് കവർ നമ്മൾ റീപെയിന്റ് ചെയ്ത, സീറ്റ് നമ്മൾ മാറി. അത്യാവശ്യം റേറ്റ് നമുക്ക് നല്ല റേറ്റ് വരും. അത്യാവശ്യം റേറ്റ് ഉണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? കണ്ടീഷൻ ഇഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് നമ്മൾ ഈ ടാങ്ക് സൈഡ് കവർ റീപെയിന്റ് ചെയ്താണ്. നമ്മൾ സീറ്റ് മാറ്റിയിട്ടാണ് വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കിംഗ് ആക്കിയാണ്. ഫ്രണ്ട് മഡ്ഗാർഡ് പോയി നമ്മൾ ഇട്ടതാണ് എക്സ്ട്രാ. അതല്ലാതെ ടയർ, റിമ്മ് ഇതൊക്കെ കെട്ടിച്ച് സെറ്റാക്കിയാണ് ഫ്രണ്ട്. ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇനി, അതുകൊണ്ട് അതിന് മുകളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ റെഡി ടു റൈഡ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ് നമ്മൾ.
കാര്യങ്ങൾ അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഫിനിഷിങ്ങോടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആസ്കിങ് വരുന്നത്? 1,10,000 ഇതിൻ്റെ വില. 1,10,000. ഒരു ഇപ്പം നമ്മൾ ജസ്റ്റ് സംസാരിച്ച ഒരു RX 100 പറ്റിയാണ്. ഈ 100 135 എടുത്തിട്ട് നമുക്ക് 5 സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപേൻ്റെ ചിലവ് വരും ഏറ്റവും കുറഞ്ഞ്. 40-50 അതുകൊണ്ട് ഇതിൻ്റെ ഇഞ്ചൻ സ്പെക്ക് അങ്ങനെ വരിക. നമുക്ക് സൈലൻസർ വാങ്ങണമെങ്കിൽ 8 രൂപ 7 രൂപ 8 രൂപ, കവർ വാങ്ങണമെങ്കിൽ 12-13 രൂപ, ഗിയർ ബോക്സിന് 15 രൂപ വരെ വിലയുണ്ട്. സിലിണ്ടർ ഹെഡ് മാഗ്നറ്റ് കോയിലൊക്കെ വാങ്ങി വരുമ്പോൾ അത്യാവശ്യം വില വരും. അപ്പോൾ ഇതിൻ്റെ സാധനത്തിന് മാറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ വില വരുന്നത്. പിന്നെ ഇത് അതർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ 1,10 വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ കേരള വണ്ടി അടുത്ത് നമുക്ക് ഇതുണ്ട്, ഇത് 1,35 അത് ഏകദേശം ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിന് വണ്ടി സ്പെക്ക് ഞാൻ പിന്നെ പറയാം. അപ്പം റേറ്റ് എന്തായാലും 5 സ്പീഡിന് വില ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും, അതായത് ഈ 2 സ്ട്രോക്കിനെ അറിയാത്ത ആളുകൾ വരെ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. 30 കിട്ടുമല്ലോ 40 കിട്ടുമല്ലോ എന്നുള്ള കാര്യം. UP പോയ 20 കിട്ടും എന്ന് പറയുന്ന കുറേ കമൻറ്റ് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ്? അവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞോട്ടെ, അവരെ പണി പറയാണ്. നമ്മളെ പണി ഇതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പണി എടുക്കുക. ഒരു UP പോയിട്ടൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്ന ഷിപ്പിംഗ് ചാർജ് ഒരു വണ്ടി പേപ്പർ ഇതിപ്പോൾ 5 കൊല്ലം പേപ്പർ എടുക്കാൻ നമുക്ക് റിന്യൂവലും കാര്യങ്ങളും അടക്കാൻ നമുക്ക് 12,000 രൂപ ചിലവുണ്ട്. നോർമൽ ചിലവ് 12,000 രൂപ. ഇതിന് ഫൈനുണ്ട്. അവിടെയും റിന്യൂവൽ തെറ്റിയ വണ്ടിക്ക് മാസം 300 വെച്ച് ഫൈനുണ്ട്. അപ്പം 12,000 രൂപ നമുക്ക് ഇതിൻ്റെ ചിലവുണ്ട്. പിന്നെ അവിടെ നിന്ന് വണ്ടി ട്രാൻസ്പോർട്ടേഷൻ 6 to 8 രൂപ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരും. നമുക്കിവിടെ ഇവിടെ ഒരു വണ്ടി എടുക്കുന്ന കോസ്റ്റ് എന്തായാലും നമുക്ക് കൊണ്ടുവരുമ്പോൾ ആവും. പക്ഷേ പിന്നെന്താ, വണ്ടിൻ്റെ സാധനം വണ്ടി കിട്ടണം നമുക്ക്. ഇപ്പം നമുക്ക് വണ്ടി കിട്ടാനില്ല, നമ്മൾ രാജസ്ഥാൻ എടുക്കും. ഞാൻ രാജസ്ഥാൻ എടുക്കും. നമ്മൾ എങ്ങനെയായാലും നമുക്ക് വണ്ടി ആവശ്യക്കാർക്ക് വണ്ടി മതി. നമുക്ക് ഇൻക്വയറി വരുന്നതിൽ ആകെ 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒറിജിനൽ കേരള വേണമെന്ന് മൈൻഡ് സെറ്റിൽ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരും ആരും അങ്ങനെ പറയില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ ചിരി വരും. അതുകൊണ്ട് ഒറിജിനൽ കേരള എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ വണ്ടി നല്ലതല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വനത്തിലേക്ക് പോകാം. 5 സ്പീഡ് അല്ലല്ലോ? 135 5 സ്പീഡ് ഒറിജിനൽ. ഓക്കെ, മറ്റേ ഒറിജിനൽ 5 സ്പീഡ്. മറ്റേ വണ്ടീൻ്റെ മുകളിൽ നമ്മളെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ അതിൻ്റെ മീറ്റർ മാറി. ഇതിൻ്റെ മീറ്ററൊക്കെ ഒറിജിനൽ 5 സ്പീഡിൻ്റെ തന്നെയാണ്. ഓക്കെ, മീറ്റർ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് താഴത്തെ അതിൽ വരിക. അതേപോലെ ഇതിൻ്റെ ടാങ്ക് ഒറിജിനൽ ഇതിൻ്റെ മുകളിലുള്ള ഇനി നമ്മൾ അവിടുന്ന് MP എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ കേലായ വണ്ടിയാണ്. അപ്പോൾ അത് ലീക്ക് എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ഓണർ മാറ്റിയതാണ്. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞ വണ്ടി ഇപ്പം കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ്. പക്ഷേ പിസ്റ്റൺ നോക്കിംഗ് ഉണ്ട്. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, വണ്ടി ഓക്കെയാണ്, ഫുൾ ഓക്കെയാണ്. പിസ്റ്റൺ നോക്കിംഗ് ഉണ്ട്, പക്ഷേ ബോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല പവറുള്ള നല്ല പവർ ഉണ്ട്. ഞാനിത് നല്ല പവർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേലാണ് വരുന്നത് അല്ലേ? റീ ചെയ്ത വണ്ടിയാണ്. MP റീ ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. സംഭവത്തിൻ്റെ മുകളിൽ അപ്പാച്ചിൻ്റെ ഡിസ്ക് ചെയ്തിന്. കാറ്റ് സൈലൻസർ ഓപ്പൺ ആണ്. ലോങ് കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിറ്റിങ്സ് ഉണ്ട്. നല്ല പെയിന്റ് ആണ്, നല്ല കളറാണ്, നല്ല വണ്ടി. ചെറിയൊരു നോക്കിംഗ് ഉണ്ട്. പിസ്റ്റൺ നോക്കിയുണ്ട്. ചെറുതല്ല, കുറച്ച് കൂടിയിട്ട് ടൈപ്പ് നോക്കിംഗ് ആണ്. പക്ഷേ ബോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കണ്ടിന്യൂ ഓടിക്കുക. അതുകൊണ്ട് നിർത്തിയിടാനുള്ള ആൾക്കാരാണെങ്കിൽ ബോർ ചെയ്തിട്ട് നിർത്തിയിടാം. പക്ഷേ അല്ലാത്ത പോലെ ആണെങ്കിൽ ഇതിങ്ങനെ കുറേ ഓടാണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി. അതൊന്നല്ല ഇതിൻ്റെ കാര്യം. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിൻ്റെ ബില്ലുണ്ട്. വണ്ടി ഇറങ്ങിയ സമയത്ത് ബില്ലുണ്ട്. ഇതിൻ്റെ സർവീസ് ബുക്ക് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എടുത്ത ഇൻഷുറൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ. പക്ക അതിൻ്റെ കൊടുത്ത് ഫ്രെയിം ചെയ്തിട്ട് നമ്മളത് തരും. ഒരു വണ്ടി നമുക്ക് അങ്ങനെ കിട്ടൂല. RX ബില്ലോ സർവീസ് ബുക്കൊന്നും ആരും ഇപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട സർവീസ് ബുക്കും ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ 5 സ്പീഡ്. അതിൻ്റെ ഒരു 5 സ്പീഡിൻ്റെ ആ കറക്റ്റ് പെർഫോമൻസും ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ പാർട്സും ജെന്യൂൻ ആണ്. എല്ലാ പാർട്സും ജെന്യൂൻ ആണ്. ഈ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പം ഞാനൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ അടുത്ത് വണ്ടി വാങ്ങുന്ന ഒരാളാണ്. അങ്ങനെ ഫ്രണ്ട് ആയതാണ്. ഇപ്പോൾ ഒരു കേരള വണ്ടി വാങ്ങിയാണ്. അവൻ നല്ല വണ്ടിയാന്ന് പറഞ്ഞിട്ട് വാങ്ങിയാണ്. ആ വണ്ടി അവൻ 150 അതിൻ്റെ പ്ലസ് എന്തോ വാങ്ങിയാണ്. പക്ഷെ ആ വണ്ടിക്കും ഈ ബില്ലോ ഇതൊന്നും ആരും കൊടുക്കില്ല, ഇവിടെ നിന്നും കിട്ടൂല. അത് റയറായിട്ട് ആരെങ്കിലും കെയർ ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരാൾ വണ്ടി കൊണ്ടുവരുന്നതാണ്. അങ്ങനത്തെ സിംഗിൾ ഓണർ വണ്ടി. അങ്ങനെ ആയാലും അത് കിട്ടുള്ളൂ. സെക്കൻഡും തേർഡും ഒക്കെ ആകുമ്പോൾ തന്നെ ഈ സർവീസ് ബുക്കൊക്കെ ആരെങ്കിലും കണ്ടത് കയറിയും. ഇപ്പം ഇത് സർവീസ് ബുക്കും ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒപ്പിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഇഞ്ചൻ നമ്പർ ചേസ് നമ്പർ. അതുകൊണ്ട് ബില്ലിൻ്റെ കൂടുതൽ വണ്ടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇഞ്ചൻ നമ്പർ ചേസ് നമ്പറൊക്കെ സെയിം ആയിട്ട് വരുന്ന ആ ബില്ല്. അതുപോലെ 135 5 സ്പീഡിൻ്റെ സർവീസ് ബുക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ തരുന്നുണ്ട്. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ പക്ക എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള കണ്ടീഷനോട് കൂടിയിട്ടുള്ള പിസ്റ്റിന് ചെറിയൊരു നോക്കിംഗ് ഉള്ള അത്യാവശ്യം നോക്കിംഗ് ഉള്ള ഒരു വാഹനമാണ്. ഇതിൽ കാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ആവശ്യമുള്ള ആൾക്കാർ ഇത് വന്നു കഴിഞ്ഞാൽ വാങ്ങുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ 135 ഏകദേശം റേറ്റാണ്. അതിനുള്ള വണ്ടി ഉണ്ട്. ഇത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി അതിനുള്ള നമുക്കും പൈസ നിങ്ങൾ വന്നിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസും വണ്ടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. 5 സ്പീഡിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഞാനത് ഓടിച്ച വാഹനമാണ്, അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. സെറ്റ് വണ്ടി ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വാഹനത്തിലേക്ക് പോവാം. 4 സ്പീഡാ 5 സ്പീഡാ?
100 135 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ 94 മോഡൽ വണ്ടിയാണ്. 135 കൺവേർട്ട് ചെയ്തിട്ട് 2025 വരെ പേപ്പർ ആണോ? കേരളല്ല, റീ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മൂവാറ്റുപുഴ ആണെന്ന് തോന്നുന്നു. മൂവാറ്റുപുഴ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? വയറിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നല്ല എഞ്ചിനാണ്, പക്ക സൈലന്റ് എഞ്ചിൻ. 135 മൊത്തമായിട്ട് ചെയ്തതാണ്. മെയ്ഡ് ഇൻ ജപ്പാൻ കാർബേറ്റർ ഉണ്ട്. ഓക്കെ, ബാക്കി കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊണ്ടുനടക്കാൻ നല്ല അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടി. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള നല്ല വണ്ടി. ഈ 4 സ്പീഡും 5 സ്പീഡും ആകുമ്പോൾ മൈലേജിൽ ഷോർട്ട് വരും. 5 സ്പീഡ് കുറച്ച് കുറയും. പവർ കൂടുമ്പോൾ അത് ഓരോ വണ്ടിന്റെ അവസ്ഥ അനുസരിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് നല്ല മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ നോർമൽ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ഉണ്ടാവും. ഇപ്പം കുറച്ച് നേരം മുമ്പ് നീ ടെസ്റ്റ് റൈഡിന് പോയ പോലെ പോവുകയാണെങ്കിൽ തീരെ മൈലേജ് ഉണ്ടാവില്ല. നമ്മൾ പെർഫോമൻസ് ജസ്റ്റ് നോക്കി കേട്ടോ, അതാണ് പറഞ്ഞത്. ഈ വണ്ടിന്റെ മുകളിലുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇതിന്റെ മുകളിൽ നമ്മൾ ആടി ഹാൻഡിൽ, ലോങ് കേരിയർ, ക്രാഷ് കാർഡ്, അതുപോലെ 5 സ്പീഡിന്റെ സെന്റർ സ്റ്റാൻഡ് ഉണ്ട്. 5 സ്പീഡിന് മാത്രം വരുന്ന സെന്റർ സ്റ്റാൻഡ് ഈ സൈഡിൽ എൽ ക്ലാമ്പ് ഉണ്ടാവുക. ഇതുണ്ട്. അതേപോലെ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 5 സ്പീഡ് കിക്കർ, ബാക്കത്തെ എൽ ക്ലാമ്പ് വരും, ക്യാറ്റ് കൊടുക്കാനുള്ളത്. അത് 5 സ്പീഡിൻ്റെ. അതേപോലെ നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്ന 5 സ്പീഡ്. ക്യാറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സുഖമാണ്. ഈ പൈസ പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ക്യാറ്റ് കൊടുക്കും. ആ സമയത്ത് പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം മാറ്റണം. നല്ല ഫുഡ് റെസ്റ്റ് ആയാലും മാറ്റണം. നല്ല കൊടുക്കാൻ തന്നെ നമുക്ക് അത്യാവശ്യം റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറി സെറ്റ് വണ്ടി ആകുമ്പോൾ നമുക്ക് ഓക്കെയാണ്. എന്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ മാറി എന്ന് തന്നെ ഉദ്ദേശിച്ച് നല്ല രീതിയിൽ ആരോ കൊണ്ടുനടന്നാണ്. വണ്ടിനെ അറിയാൻ പറ്റിയ ആരോ കൊണ്ടുനടന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് 135ക്ക് റീ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 80% നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയാണ് പ്രൈസ്? 70 രൂപ പ്രൈസ്. 70,000. അതിൽ അങ്ങോട്ടും നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു സെഡ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ഒരു സെഡ് കണ്ടിട്ടാവും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KL 1 രജിസ്ട്രേഷൻ TVM ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2026 വരെ പേപ്പർ ഉണ്ട്. മീറ്റർ കാര്യങ്ങൾ വയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. കാറ്റ് സൈലൻസർ ഉണ്ട്. ഇതിൻ്റെ കാറ്റ് ഉണ്ട്, സൈലന്റ് കാറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി വണ്ടിയുടെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല കണ്ടീഷനാണ്. നല്ല പവറുള്ള വണ്ടി. നല്ല പക്ക മെയ്ഡ് ഇൻ ജപ്പാൻ കാർബേറ്ററുള്ള വണ്ടിയാണ്. സൈലന്റ് എഞ്ചിനാണ്. നല്ല വർക്കിംഗ് ആണ്. പിസ്റ്റൺ നോക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, സൈലന്റ് ആണ്. എല്ലാ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് 1.24 വരുന്നത്. 2027 വരെ പേപ്പർ ഉണ്ട്. 2027 വരെ പേപ്പർ ഫിറ്റ് ആണ്. പേപ്പർ ഫിറ്റ് ആണ്. നല്ല 5 വർഷം പേപ്പർ ഫിറ്റ് ആണ്. കാറ്റ് സൈലൻസർ ഉണ്ട്. സൈലന്റ് കാറ്റ് ആണ്. ഓപ്പൺ ഒന്നല്ല. ഓക്കെ, ബാക്കി ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. റീ ചെയ്ത വണ്ടിയാണ്. TVMലേക്ക് റീ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഏതായിരുന്നു? ആദ്യം ഓർമ്മയില്ല, നമ്മൾ എടുത്തതാണ്. കേരള വണ്ടി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും RX-Z നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. Z നമുക്ക് അധികം വരാറില്ല. അത്യാവശ്യം റേറ്റ് ആണ് നമുക്ക് എടുത്ത് ഇങ്ങനെ കൊടുക്കണത്. എപ്പോഴും ഉണ്ടാവില്ല സ്റ്റോക്ക്. വണ്ടി നമുക്ക് കിട്ടുന്നതും കുറവായതുകൊണ്ടാണ്. കുറവാണ്. പിന്നെ റേറ്റ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് 100 ആണോ 135 ആണോ RX-Z? പക്ഷെ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. കൊടുക്കാൻ കൂടുതലില്ല. പിന്നെ ഇറങ്ങിയിട്ടുള്ളതും കുറവ് തന്നെയാണല്ലോ. വളരെ കുറവാണ്. കമ്പനി നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടിയും RX-Z 135 5 സ്പീഡാണ് ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടി. നമ്മൾ മുമ്പേ പുറത്തുനിന്ന് കൊണ്ടുവരലുണ്ടേനി, നല്ലോണം കൊടുക്കണ്ടേനി. ഇപ്പം പുറത്തുനിന്ന് വണ്ടി കുറവാണ്. ഇപ്പോൾ കേരള വണ്ടി എടുക്കുകയാണ്. കേരള വണ്ടി നല്ല റേറ്റ് ആണ്. ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് വിഷയം അല്ലാത്ത രീതിയിൽ പേപ്പറും കണ്ടീഷനൊക്കെ ആയിട്ടുള്ള വണ്ടി കിട്ടാനില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ റേറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ റേറ്റ് കൂടിയാലും വണ്ടി വേണമെന്നുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത് എടുക്കും. നമ്മളാകുമ്പോൾ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോണ്ട് കുറേ ആൾക്കാർ കുറച്ച് റേറ്റ് കൂടിയാലും കൂടെ നല്ല വണ്ടി അടുത്ത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എടുത്തോളാം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാം. RJ വരുന്ന രജിസ്ട്രേഷൻ വരുന്ന ഒരു വണ്ടി. ആവറേജ് കണ്ടീഷനാണ് വണ്ടി വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇഞ്ചൻ ഫിറ്റ് ആയിട്ടുള്ള വണ്ടികളാണ്. പുതിയ റിന്യൂവൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന വണ്ടിയായിരിക്കും. പേപ്പർ ഇപ്പോൾ പെൻഡിങ് ആണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ അപ്ഡേറ്റ് ആയാലേ കൊടുക്കുള്ളൂ. ഏകദേശം 60 രൂപ റേഞ്ചിലുള്ള വണ്ടികളാണ് രണ്ടും. 60 ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒന്നിൻ്റെ മുകളിൽ ഹൈറ്റും ലോങ് കാരിയറും ചെയ്തിന്, ഒന്നിൻ്റെ മുകളിൽ അതൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനാണ്. വണ്ടിയുടെ കണ്ടീഷൻ സ്റ്റോക്കാണ്. അത്യാവശ്യം നീറ്റ് കുറവുണ്ട്, പക്ഷേ നല്ല വണ്ടിയാണ്. അങ്ങനെ ചേസ് ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ഓക്കെയുള്ള വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ 60 ആണ് ചോദിക്കുന്നത്. അതിന് ചെറിയ നെഗോഷ്യബിൾ അങ്ങോട്ട് ചെറിയ രീതിയിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തത് പേപ്പർ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള ഗുജറാത്ത് വണ്ടി
പുതിയ റിന്യൂവലുള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല വണ്ടിയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ടാങ്ക് അവിടെ തന്നെ ഇങ്ങനെ വന്നതാണ്. നമ്മൾ SDBയിലും ലോങ് കരിയറും നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. 135 ആണോ 100 ആണോ? 135G ആണ്. RXGനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ RXGക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? പ്രശ്നമില്ല, കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീഡിയോസിന് ഒരുപാട് ആളുകൾ എല്ലാവരും മൈൻഡ് സെറ്റ് അങ്ങനെ ആയതാണ്. മലയാളീസ് നമ്മൾ പൊതുവെ അങ്ങനെ ഒന്ന് കേട്ടിട്ട് അത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം RXG ചോദിച്ച് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജി മതി എന്നുള്ള രീതിയിൽ അത് കിട്ടുകയാണെങ്കിൽ അത് വേണം. ഇനീഷ്യൽ പവർ ഒന്നും കൂടെ 100നേക്കാളും 135നേക്കാളും ഒന്നും കൂടെ പവർ കാഴ്ചവെക്കുന്ന അതുപോലെ കൊണ്ടുനടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾക്കൊക്കെ ഇതിനെ പറ്റി അറിയാം ഓക്കെയാണെന്ന്. അപ്പം അങ്ങനെ വരുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല കണ്ടീഷൻ. ഒരു കാലഘട്ടത്തിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണിത്. ഈ RXG KRL 01 നമ്മൾ കാണിച്ചു കൊടുത്തത് അതിൻ്റെ മുകളിൽ ചേസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ വണ്ടി. ആ വണ്ടി അത് നമ്മൾ ചെയ്ത് കാണിച്ചത്. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്. നമ്മൾ SDBയിലും ലോങ് കരിയർ എക്സ്ട്രാ കയറ്റിയാണ്. വയറിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ്. നല്ല വണ്ടി, നല്ല കണ്ടീഷൻ. പേപ്പർ 27 ഉണ്ടാവും. 5 വർഷം പേപ്പർ കൂട്ടിയുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിക്കാനൊക്കെ കണ്ടീഷനൊക്കെ അത്യാവശ്യം കണ്ടീഷന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് ആസ്കിങ് വരുന്നത്? 60,000 രൂപ. 60,000. ഈ 3 വണ്ടികളും 60,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മുജീബ് ഖാൻ്റെയും ഷാമിൻ്റെയും കോൺടാക്ട് നമ്പർ, ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ വിളിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വാഹനത്തിലേക്ക് പോവാം. ഒരു ആവറേജ് കണ്ടീഷനുള്ള വണ്ടിയാണ്. 100 അല്ല? അല്ലല്ല, 135 ആണ്. ഓക്കെ, G തന്നെയാണ് ഇത്. നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി ഇതാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലോ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ വണ്ടി, ലോ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ പിസ്റ്റൻ്റെ RJ വണ്ടിയാണ്. പിസ്റ്റൻ്റെ ചെറിയ നോക്കിംഗ് ഉണ്ട്. ബാക്കി ഓടിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സ്മൂത്താണ്, കുഴപ്പങ്ങളൊന്നുമില്ല. കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തു. പേപ്പർ കുറച്ചേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇപ്പം റിന്യൂവൽ ഉണ്ട്. അപ്പം KL ആക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ KL ആക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഫീസ് എക്സ്ട്രാ അടച്ചാൽ നമുക്ക് NOC ഒക്കെ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം ചേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും കേടില്ലാത്തൊരു നല്ല ടാങ്ക് കാര്യങ്ങൾ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ല വണ്ടിയാണ്. ജീൻ്റെ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ വണ്ടിയാണെന്നുള്ളത് എങ്ങനെ നോക്കാൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ മീറ്റർ ഈ RXGൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് ഈ മീറ്റർ വരുന്നതിൻ്റെ ഉള്ളിൽ യമഹ എന്നുള്ളൊരു എഴുത്ത് വരും. ഈ കാണുന്നില്ലേ? ഇത് RXGയിൽ മാത്രം വരുന്ന ടൈപ്പാണ്. ചില RXZ മെൻഷൻ ചെയ്ത്. അതേപോലെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പിന്നെ വിശദീകരിച്ച് ഇതിന്റെ മുകളിൽ മെഡിൻ ജപ്പാൻ കാർബറേറ്റർ വരിക. അത് അതേപോലെ തന്നെ ഉണ്ട്. സാധനങ്ങൾ കൂടുതൽ നാശാവാത്ത 96. ഓക്കെ, അപ്പോൾ RXG ഇറങ്ങിയ ആ ഒരു ഫസ്റ്റ് വേർഷനിലെ വണ്ടി. ഫസ്റ്റ് വേർഷനിലെ വണ്ടി. ഓക്കെ, ഇത് ഏകദേശം എത്ര കോസ്റ്റ് വരും? ഇത് ഏകദേശം നമ്മൾ 52 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. RXG ഇപ്പോൾ പൊതുവേ RX 135നേക്കാൾ മാർക്കറ്റ് കുറവാണ്. RXG അങ്ങനെയൊന്നുമില്ല. വണ്ടി നല്ലതാണെങ്കിൽ എല്ലാം വിലക്ക് വാങ്ങും ചെയ്യും, നമ്മൾ വിൽക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ RXG ആരെങ്കിലും കുറഞ്ഞ് തരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ വാങ്ങും. ഒരു പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ മാർക്കറ്റ് കുറഞ്ഞ ഏരിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കറ്റ് കുറഞ്ഞ ഏരിയയിൽ നമുക്ക് വണ്ടി ആവശ്യമുണ്ട്. ഒരു 5 RXG ഒക്കെ നമ്മൾ വാങ്ങും ഒരു സമയത്ത് തന്നെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. നമ്പർ വീഡിയോൻ്റെ താഴെയുണ്ട്. പിന്നെ ഇതിനും കാട്ടി കുറഞ്ഞ വണ്ടി ഉണ്ട് നമ്മളത് കേട്ടോ. അത് നമ്മളങ്ങോട്ട് നിൽക്കുക കാര്യങ്ങൾ ഇതിനെ കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് 135 ആണ്. വാഹനത്തിലേക്ക് പോവാം. 135 ആണല്ലേ? 135 MP വണ്ടിയാണ്. വിത്ത് NOC കാര്യങ്ങൾ ഫിറ്റ്, ഇഞ്ചൻ പക്ക സൈഡിൽ ബഫിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ ഫോർക്ക് കാര്യങ്ങളൊക്കെ ബഫ്, നിക്ലിങ്, ബഫിങ് അങ്ങനത്തെ രീതിയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ള വണ്ടിയാണ്. നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടിയാണ്. കണ്ടീഷൻ എങ്ങനെയായിരുന്നു? നല്ല കണ്ടീഷൻ, എല്ലാം വർക്കിംഗ് ആണ്. നല്ല പക്ക വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല. പേപ്പർ വാലിഡിറ്റി പേപ്പർ ഇതും അതേപോലെ റിന്യൂവൽ കുറച്ച് പെൻഡിങ് ആണ്. ഇപ്പം KL ആക്കണതിൻ്റെ കൂടുതൽ പുതിയ 5 കൊല്ലം പേപ്പർ ആക്കിയിട്ട് സെറ്റാക്കി കൊടുക്കും. മിക്കവാറും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ NOC കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിലേ അല്ലെങ്കിൽ ലേറ്റുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കണുള്ളൂ. പേപ്പറിൻ്റെ നമ്മൾ പെൻഡിങ് ഇപ്പം വെക്കലില്ല. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഡിലേ പറഞ്ഞിട്ടേ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒരു മോജോ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിന് മുമ്പ് RXൻ്റെ കാര്യം ഒരു ഏറ്റവും കുറഞ്ഞപ്പോൾ നമ്മളടുത്ത് 45 രൂപേൻ്റെ ഒരു വണ്ടിയുണ്ട്. ഏറ്റവും RXG ആണ്. പണിയുള്ള വണ്ടി, അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഫുൾ വർക്ക് എടുക്കേണ്ടി വരും. റണ്ണിങ് കണ്ടീഷൻ അല്ല. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. 2027 വരെ പേപ്പർ ഉണ്ട്. റണ്ണിങ് കണ്ടീഷൻ അല്ല, ഫുള്ളി റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, വില കുറഞ്ഞ ഒരു ഓടിച്ച് കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആ വണ്ടിക്ക് വേണ്ടി വിളിക്കരുത്. അതുകൊണ്ട് ഓടിച്ച് കൊണ്ടുനടക്കാനുള്ള വണ്ടിയല്ല, അത് പണിതേണ്ടി വരും. എങ്ങനെയാലും കൊണ്ടുപോയിട്ട് പണിതിട്ട് നിങ്ങൾക്ക് വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മാത്രം വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലോ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം ആളുകൾ വിളിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റിന് വേണ്ടിയിട്ടാണോ വിളിക്കുന്നത്, നല്ല കണ്ടീഷനുള്ള വണ്ടികൾക്കാണോ, സെഡിന് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ എൻക്വയറി? നമുക്ക് കുറച്ച് അങ്ങനെ 50-50 എന്ന് പറയാം. ലോ ബഡ്ജറ്റിന് കുറേ വിളികൾ വരലുണ്ട്. പക്ഷെ നല്ല വണ്ടിക്കും ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ആയ ആൾക്കാർ വീഡിയോ കണ്ടിപ്പോൾ ആൾക്കാർക്ക് അറിയാം. ഇനി വണ്ടി ആവശ്യക്കാർ വിളിക്കാൻ തുടങ്ങി. ഫസ്റ്റൊക്കെ വെറുതെ ജസ്റ്റ് വിളിയാണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുന്നുണ്ട്.
എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ പറ്റില്ല, മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റില്ല, ആരും ഒന്നും വിചാരിക്കരുത്. അതിന് മാത്രം കോളും മെസ്സേജും വരുന്നുണ്ട്. ടൈം അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരലുണ്ട്. ചില ദിവസങ്ങൾ നമ്മൾ ഇന്നലെ സൺഡേ ഇന്നലെ 1-2 പരിപാടി ഫുൾ തിരക്കിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും വിചാരിക്കരുത്. ബാക്കി നല്ല വണ്ടിക്കാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻക്വയറി വരുന്നത്. ഇപ്പം അങ്ങനെ നമുക്ക് ഈ 50% ആൾക്കാർ നല്ല വണ്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ ആൾക്കാർ നല്ല വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കുറവാണ്, അല്ലെങ്കിൽ പക്ക ലോക്കൽ കണ്ടീഷൻ വണ്ടി ആരും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വണ്ടി എടുത്ത് ഇപ്പോൾ കണ്ടീഷൻ ഇല്ലാത്ത എഞ്ചിൻ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തൊരു വണ്ടി എടുത്തിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ്? അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന കാര്യമാണ്, ഒരു വണ്ടി പഴയതെടുത്തിട്ട് ഒരു ലോ ബഡ്ജറ്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ ഏകദേശം എത്ര കോസ്റ്റ് ആകും? ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ അത്യാവശ്യം നല്ല 40, 45, 50 റുപ്യൊക്കെ വരും. നമുക്ക് ഇപ്പോൾ ഈ ബാക്ക് കാണിച്ച ഈ 135 ചെയ്യാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർത്തി പെയിന്റ് അടിക്കുക, ആവശ്യത്തിന് മാത്രം പാർട്സ് മാറ്റുകയാണെങ്കിൽ ആവറേജ് കണ്ടീഷൻ ആക്കാം. ആവറേജ് കണ്ടീഷൻ ഒരു 10-15 റുപ്യ കൊണ്ടും ചെയ്യാം. അതിനൊരു 20 റുപ്യ കൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു 20 റുപ്യക്കും നമുക്ക് ചെയ്യാം. വലിയ എമൗണ്ട് കയറാതെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. പിന്നെ ഓരോ ആൾക്കാർ താല്പര്യം പോലെയാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ പൊതുവെ നമുക്ക് ചെയ്യേണ്ട കച്ചവടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇതെടുത്താണ്ട് ഒരു 5000 രൂപ കൊടുത്ത് പെയിന്റ് അടിച്ചാണ്ട് ഇത് 10 രൂപ കൂട്ടി വിൽക്കണ രീതിയിൽ. പക്ഷേ നമുക്ക് ഇൻക്വയറി വരുന്നത് കുറച്ച് കുറഞ്ഞ ബഡ്ജറ്റ് വണ്ടിയും കൂടിയാണ്. നമുക്കൊരു 80% ഇൻക്വയറി നല്ല വണ്ടി പെയിന്റ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറയും. അത് മാറ്റും. പിന്നെ അത് ഊരിയിട്ട് ചെയ്യില്ല, നിർത്തി ചെയ്യുക. മറ്റേത് നമ്മൾ പാർട്സ് ആക്കി ചെയ്യണതാണ്. ഫുള്ള് പെയിന്റ് റിമൂവ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് ലൈഫ് കൂടും. ഇതിന് ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും എത്തുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഉള്ളത് നല്ല രീതിയിൽ അങ്ങോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ചെറിയ ബജറ്റിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തവന് ഇത് കൊണ്ടുനടക്കണം, വൃത്തിയാക്കി കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. പൈസ ഉള്ളവന് നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കുള്ള ടു സ്റ്റോക്ക് ബേസ് ഇല്ലാത്തൊരു ആളുകൾക്കുള്ള സംശയമായിരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് നല്ല അതായത് പൊതുവേ ഇപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയമാണ് കൂടുതൽ മെയിൻ്റനൻസ് വരും, മറ്റുള്ള 4 സ്റ്റോക്ക് ബൈക്കുകളിൽ നിന്ന് കൂടുതൽ മെയിൻ്റനൻസ് വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഓൺലി തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. വണ്ടി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. വണ്ടി ഇങ്ങനെ റഫ് യൂസിങ് ചെയ്യുമ്പോൾ മാത്രം വണ്ടിക്ക് കംപ്ലയിൻസ് കാര്യങ്ങൾ വരുള്ളൂ. ഇത് പൊതുവേ നമുക്ക് ഇഞ്ചിൻ ഓയിൽ 650 ml വരുന്നുള്ളൂ. യമാ ലൂബ് ഒറിജിനൽ യമാൻ്റെ വാങ്ങുകയാണെങ്കിൽ അതിന് 255 രൂപ വില ഉള്ളൂ. ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാണ്ടാവും, പിന്നെ ചെയിൻ ലൂബ് ചെയ്യുക, കൊണ്ടുനടക്കുക, എയർ ഫിൽറ്റർ മാറ്റുക, കൊണ്ടുനടക്കുക. അതൊക്കെ ചെറിയ വിലൻ്റെ കാര്യങ്ങളാണ്. വേറെ യൂസിങ് നല്ലതാണെങ്കിൽ വണ്ടി കാലകാലം നല്ല രീതിയിൽ നിൽക്കും. RX അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ RXG കണ്ടാൽ അതിൻ്റെ സിംഗാം ഇതുവരെ മാറിയില്ല. RXGൻ്റെ സിംഗാമിൻ്റെ മുകളിൽ RXG എന്നൊരു ബാജിങ് ഉണ്ടാവും. അതിപ്പോഴും അതേപോലെ ഉണ്ട്. അപ്പോൾ ഈ 96 തന്നെ ഏകദേശം 26-27 കൊല്ലമായിട്ടും അതിന് സിംഗാം മാറില്ല, അത്രയും ഓടിയിട്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വണ്ടികളായതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു മോജോ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഇമ്പൾസ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയാണ് മോജോ ഡീറ്റെയിൽസ് വരുന്നത്? 2016 ലാസ്റ്റ് നവംബർ മോഡൽ വണ്ടിയാണ്. BS4 അല്ലേ? അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സർവീസ് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറക്കിയതാണ്. പ്ലഗ് അങ്ങനത്തെ ബോൾ റൈസർ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താണ്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയ വണ്ടിയാണ്. ഒരു ലോങ് റോഡ് പർപ്പസിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടി, അടിപൊളി സെറ്റ് വണ്ടിയാണ്. നല്ല രീതിയിൽ കൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയായിരുന്നു വണ്ടിയുടെ? ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് സർവീസ് നമുക്ക് ഓയിൽ കാര്യങ്ങൾ നോർമൽ ഡ്യൂക്കിന് എഞ്ചിൻ വരുന്ന പോലെ വരും. അതേപോലെ തന്നെ ഓയിൽ ക്വാണ്ടിറ്റി ഒക്കെ അതേപോലെ വരും. സിന്തറ്റിക് ഓയിൽ വരിക അതന്നെ വരുള്ളൂ. വേറെ മേജറായിട്ട് പാർട്സുകൾ മാറ്റേണ്ട ആവശ്യം മോജോയിൽ വരില്ല. അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അത്രയും ചേഞ്ച് പോക്കറ്റും കാര്യങ്ങളും നമുക്കൊരു 2000-3000 ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. അത്രയൊക്കെ വരുന്നുള്ളൂ. അങ്ങനത്തെ സാധനങ്ങൾ അതിന് മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ. വേറെ മേജറായിട്ട് വലിയ എമൗണ്ട്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല വണ്ടിയാണ്. നമുക്ക് ടൂറിംഗ് പർപ്പസിൽ ബെസ്റ്റ് സാധനമാണ്. ഇഞ്ചിൻ കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് പുതിയ മോജൻ ഇഞ്ചൻ പണി വരലില്ല. അത്രയും നല്ല ഇഞ്ചിനാണ് ഇത്. ഇഞ്ചൻ പിന്നെ മഹീന്ദ്രൻ്റെ വണ്ടി ആയതുകൊണ്ട് ഇത്ര ബാക്കോട്ടായി നിൽക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. വേറെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 1,45 ഉണ്ട്. 1,45,000. കേരള 16 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 47,000 ഓടിന്. അത് മിക്കവാറും കുറച്ച് ദിവസം കൂടി അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ 48-50 കേരള. അത് ഒറിജിനൽ കേരള, കോഴിക്കോട് വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള ആണ്. ഇത് ഒറിജിനൽ കേരള എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന് സർവീസ് സെൻ്റർ എവിടെയും ഇല്ല. അതുകൊണ്ട് പറയണം, ഒറിജിനൽ കേരള ആയാലും മെച്ചം കോഴിക്കോട് വണ്ടിയും കൂടി ആയാൽ വെച്ചാൽ നമുക്ക് കോഴിക്കോട് മാത്രമേ ഇതിന് സർവീസ് അവൈലബിൾ ഉള്ളൂ. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണിത്. ഓക്കെ. ഇതേതോ ഒരു സീരിയലുകളുണ്ട് നമ്മൾ കോഴിക്കോട് മൂപ്പര് വാങ്ങിയ വണ്ടിയാണ്. ഫസ്റ്റ് ബാച്ച് കോഴിക്കോട് 5 വണ്ടി എന്ന് പറഞ്ഞാൽ അതിലുള്ളൊരു വണ്ടിയാണ്. KL11 2016 മോഡൽ BS4 ലാസ്റ്റ് എഡിഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 80% വണ്ടിയുണ്ട്. അത്യാവശ്യം നീറ്റോട് കൂടിയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളോട് ബാക്കിയാണ്. 47,000 അതുപോലെ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ. മോജോ വാങ്ങുന്ന ആൾ എന്തായാലും ടൂററായിട്ട് വാങ്ങുന്ന സാധനമാണ്. അപ്പോൾ ഈ സെഡൽ സ്റ്റേ, ക്രാഷ് കാർഡ്, അതുപോലെ ഫോഗ് ലാമ്പ് ഹോൾഡർ, ഇത് കമ്പനി വരുന്നതാണ്. അവിടെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യിപ്പിക്കുന്നതാണ്. ഫോഗ് ലാമ്പ് ഒന്ന് ഇവിടെയും ചെയ്യിക്കുന്നതാണ്. ഇവിടെയും ഫോഗ് ലാമ്പ് വരും.
ആ ഫിറ്റിങ്സ് നല്ല വൈബ്രേഷൻ ഒന്നുമില്ല, നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണം. അതിൻ്റെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വെളിച്ചുള്ള ഹെഡ്ലൈറ്റാണ്. എന്നാലും ഫോഗ് ലാമ്പ് ടൂറിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഫോഗ് ലാമ്പ് എക്സ്ട്രാ വെക്കും. ഇല്ല, വണ്ടി നല്ല കണ്ടീഷൻ, എന്തായാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഇമ്പൾസ് ഇത് 2012 മോഡലാണ്, 27 വരെ പേപ്പർ ഫിറ്റാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. എഞ്ചിൻ കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ രജിസ്റ്റർ നമ്മൾ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടി കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം വർക്കിംഗ് ആണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി. സെഡിൽ സ്റ്റേ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. സെഡിൽ സ്റ്റേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് മുമ്പത്തെ വണ്ടിയിൽ മോജോയിൽ പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ നമുക്ക് എക്സ്ട്രാ അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. ഇത് പണി തന്നെ വേണം. അപ്പോൾ ഇത് നല്ല റിസ്ക് ഉള്ളതാണ്. ഇത് സെഡിൽ സ്റ്റേ ഉണ്ട്, ക്രാഷ് ഗാർഡ് ഉണ്ട്, ഫോഗ് ലാമ്പ് ചെയ്തിന്, ബാക്കി പക്കാ സ്റ്റോക്ക് കണ്ടീഷനാണ്, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഈ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ലുക്കിന് വേണ്ടി AS-ൻ്റെ നമ്മൾ ഇത് കയറ്റി, ബാക്കിയുള്ള NS-ൻ്റെ മിറർ കയറ്റി, നമുക്ക് ഇതിന്മേൽ കംഫർട്ടായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ റീപെയിൻറ്റ് ചെയ്തത് ഇത് കമ്പനി ബ്ലൂ അല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ടൈപ്പ് ഒരു ബ്ലൂ ആണ്. അങ്ങനെ പെയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ച വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അത്യാവശ്യം നീറ്റോട് ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KL 55 തിരൂരങ്ങാട് രജിസ്ട്രേഷനാണ് വണ്ടി. തിരൂരില്ല, KL 55 തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കോസ്റ്റ് ഏകദേശം ഇത് നമ്മൾ എക്സ്ട്രാ വർക്ക് എടുത്ത വണ്ടിയാണ്. പെയിൻറ്റിങ് കാര്യങ്ങൾ പൊതുവേ 2012 വണ്ടി എൻ്റെ അടുത്തുണ്ട്. അതും ഇതും നല്ല മാറ്റമുണ്ട്, കണ്ടീഷൻ വൃത്തിയിൽ നല്ല മാറ്റമുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കിയാണ്. അത്യാവശ്യം കോസ്റ്റ് ആയ വണ്ടിയാണ്. ഇത് ഏകദേശം 1 lakh നമ്മൾ ഉദ്ദേശിക്കുന്ന വില. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, നമ്മൾ എടുത്തിട്ട് ഇഞ്ചൻ വർക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് കൊടുത്ത വണ്ടിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ സെഡ് സ്റ്റേ, പിന്നെ ഈ മിറർ അത് ഇത് അങ്ങനത്തെ വേറെയും വർക്ക് കാര്യങ്ങൾ ഫോഗ് ലാമ്പൊക്കെ വേറെ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം പൈസ ഇറക്കി. പിന്നെ ഇമ്പൾസ് അങ്ങനെയാണ്, അത്രയും നല്ല കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ എടുക്കണമെന്ന് പൈസ റിയാണ്, പക്ക റിയാണ്, പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. വർക്ക് കാര്യങ്ങൾ മൊത്തം വർക്ക് കഴിഞ്ഞ രീതിയിലുള്ള വണ്ടിയാണിത്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. റെഡി ടു നേരെ എടുത്ത് എങ്ങോട്ടും പോവാം, അത്രയും നല്ല വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 12-13 വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ചിലപ്പോൾ വാഹനങ്ങൾ കുറയാൻ കൂടാം. അപ്പോൾ ആ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അതുപോലെ തന്നെ Instagram ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ മുജീബ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, എല്ലാവരും വാട്സപ്പിക്കുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ മുമ്പ് നമ്മളിട്ട് വീഡിയോയിൽ നമ്മൾ പറയേണ്ടത് വാട്സപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഹായ് എല്ലോ അയക്കാതെ ആർക്കും എന്താ ആവശ്യമില്ല. RX 100 വേണം, 135 വേണം, 5 സ്പീഡ് വേണം, ഏതാ വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മോജോ വേണം. അപ്പോൾ ആ വണ്ടീൻ്റെ മെസ്സേജ് അയക്കുക. RX 100 എന്ന് അയച്ചാൽ ഞാൻ 100ഉം 35 ഡീറ്റെയിലുള്ള ഞാൻ അയച്ചു തരും. RX സീരീസ് RX എന്ന് അയച്ചാൽ RX ഉള്ളത് ഞാൻ അയച്ചു തരും. മോജോ വേണ്ടിയോ മോജോ എന്ന് അയച്ചാൽ മോജോൻ്റെ ഇമ്പൾസ് വേണ്ടിയോ ഹിമ്പൾസ് എന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരും. അപ്പോൾ മാക്സിമം ആരൊക്കെ വാട്സപ്പ് ചെയ്യണം, അതിൽ ഹായ് ഹെല്ലോ അയക്കേണ്ട, അതിൽ കാര്യം ഇരുന്നുകൊണ്ട് ഒരു ഹായ് അയച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഡീറ്റെയിൽ നിങ്ങൾ അയച്ചാൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ കറക്റ്റായിട്ട് അങ്ങനെ തരും. കുറച്ച് ഡിലേ ആയാലും നമ്മൾ ആ വണ്ടീൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ തരും. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യുക എല്ലാവരും. കോൾ എടുത്തില്ലെങ്കിൽ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഏകദേശം 12ഓളം ബൈക്കിനെ പറ്റി ഡീറ്റെയിലാണ് RX-ൻ്റെയും മോജോ ഡീറ്റെയിലാണ് പറഞ്ഞത്. അടുത്ത ഇഞ്ച് വണ്ടി നമുക്ക് വർക്കിലുള്ള വണ്ടികളുണ്ട്, അടുത്ത സ്റ്റോക്ക് വരാനുള്ളതുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.